ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ചില ആരാധന ഗീതങ്ങൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് പ്രാരംഭത്തിൽ നമ്മെ ഇതുവരെ കരുതിയ, നമ്മെ നടത്തിയ, നമ്മെ പരിപാലിച്ച, നമ്മെ സൂക്ഷിച്ച ആ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്ന മനോഹരമായ ഒരു ആരാധന ഗീതം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. അവൻ എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട് തുടങ്ങുന്ന ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷയുടെ ദൈവമരുളവിച്ചാൽ പരിഹാരമെനിക്കായി കരുതിക്കൊണ്ട്. പരീക്ഷയുടെ ദൈവമരുളവിച്ചാൽ പരിഹാരമെനിക്കായി കരുതിക്കൊണ്ട്. ഓ, എന്നെ
ചില പരീക്ഷകളും പരിശോധനകൾ അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ആ ദൈവ ശക്തികളേത്, ദൈവത്തിന്റെ കൃപകളേത്, അവൻ ദൈവിക പദ്ധതികളേത്. നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഈ പകലിൽ മധുരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കണേ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുകയുള്ളൂ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണ ഓടുവിൻ. ഹല്ലേലൂയ. അപ്പോസ്തലൻ പൗലോസ് ഓട്ടം തീർത്തപ്പോൾ അവൻ തന്റെ ജീവിതത്തിന്റെ അവസാന വേളയിൽ പ്രകാരം പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി എനിക്കായൊരു നീതിയുടെ കിരീടം കാത്തിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, കർത്താവിനെ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്ന് പറഞ്ഞ ആ വചനപ്രകാരം ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ഏറ്റെടുക്കാം. എനിക്കും കർത്താവിനെ പ്രിയം വെച്ച് അവൻ ഓട്ടം പൂർത്തീകരിച്ച എനിക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഒരു നീതിയുടെ കിരീടമുണ്ട്. ഹല്ലേലൂയ. ആ പ്രത്യാശയോടെ നമ്മുടെ വിശ്വാസ ജീവിത പോർക്കളത്തിൽ ഓട്ടമോടുവാൻ കർത്താവ് നമുക്ക് സഹായം അയക്കട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രത്യാശ ഗാനമാണല്ലോ, ലോക ഞാൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗഗേഹേ വിരുദിനായി പറന്നിടും ഞാൻ മറുരൂപമായി പരനേശ്വരാജൻ സന്നിധവും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രത്യാശയോടെ ഈ പാട്ടിന്റെ ഓരോ വരികളും ചേർന്ന് പാടി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ലോകേ ഞാനൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗഗേഹേ വിരുദിനായി. ലോകേ ഞാനൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗഗേഹേ വിരുദിനായി. പരമേശ്വരൻ ഞാൻ മറുരൂപമായി പരനേശ്വരാജൻ സന്നിധവും. Oh
സങ്കീർത്തനങ്ങൾ 18:1-20 വരെ വാക്യം ക്രിയാർത്ഥമായി വായിച്ചു. 18:1-20 വരെ. എത്തുന്ന വിശ്വസിക്കുന്നു. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സുഖനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. പാതാള വശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അവൻ കോപിക്കൽ അവ കുലുങ്ങിപ്പോയി. അവൻ ആകാശം ചായച്ചിറങ്ങി, കൂരുകൾ അവന്റെ കാലിൽ കീഴുണ്ടായിരുന്നു. അവൻ അന്ധകാരത്തെ തന്റെ മറവും ജലതമസ്സിനെയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. യഹോവ ആകാശത്തിൽ ഇടി പൊഴുകി, അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. ആലിപ്പഴവും തീക്കല്ലും പൊഴിഞ്ഞു. യഹോവേ, നിന്റെ ഭർസനത്താലും നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു. ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്റെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിളിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. അടുത്ത 2 വാക്യങ്ങൾ ഒരുമിച്ച് വയ്ക്കാം. അവൻ കൊണ്ടുവന്നു നിമിഷമൊന്ന് മഹത്വപ്പെടുക. ഭയമോ ഇനി സ്ഥാനമില്ല, ഭാവിയെല്ലാം താവൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി സ്ഥാനമില്ല, ഭാവിയെല്ലാം താവൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ, അങ്ങെന്നും എൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ, അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ, മരണഭയമെല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയമെല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും മീതെ ഉന്നതനാ. യാഹേ, അങ്ങെന്നും എൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ, അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ
ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. ദൈവനാമത്തിനകത്തോടായിരിക്കട്ടെ. ക്രിസ്തേശ്വരി വന്നിനായ ദേവദാസനും എല്ലാം സമയത്തായിരിക്കുമ്പോൾ ദൈവങ്ങൾക്കും ക്രിസ്തേശ്വര സ്നേഹം പറയുന്നു. ക്രിസ്തേശ്വര സ്നേഹം പറയുന്നു. ഇന്ന് ദൈവവചന ധ്യാനത്തിന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗമാണ്. ഈ വചനഭാഗത്തേക്ക് കടക്കുന്നതിന് മുന്നേ നാം ഇന്ന് ധ്യാനത്തിന് സങ്കീർത്തനത്തിന് പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. ഈ സങ്കീർത്തനം രചിച്ചത് ദാവീദ് രാജാവാണ്. ബൈബിളിൽ ഏറ്റവും വ്യക്തമായ ചരിത്ര പശ്ചാത്തലം രേഖപ്പെടുത്തിയിട്ടുള്ള ചുരുക്കം സങ്കീർത്തനങ്ങൾ ഒന്നാണിത്. ദാവീദ് ജീവിതത്തിന്റെ പകുതിയിലേറെ സമയം ശൗൽ രാജാവിൽ നിന്നും മറ്റു ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ മരുഭൂമിയിലും ഗുഹകളിലും ഒളിച്ചോടേണ്ടി വന്ന കഠിനമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന ഈ പ്രതിസന്ധികളിൽ നിന്നുള്ള ദൈവം അവന് പൂർണ്ണ വിടുതൽ നൽകി അവനെ സിംഹാസനത്തിൽ ഉറപ്പിച്ച ശേഷമാണ് ദാവീദ് ഈ കൃതജ്ഞതാ സ്തോത്രം ആലപിക്കുന്നത്. ഇതേ ഗീതം ചില വ്യത്യാസങ്ങളോടെ ചരിത്ര പുസ്തകമായ 2 ശമൂവേൽ 22-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. തന്റെ യുദ്ധവിജയങ്ങളും അതിജീവനം സ്വന്തം എടുക്കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ പരമാധികാരവും സംരക്ഷണം കൊണ്ടാണ് പരസ്യമായി പ്രഖ്യാപിക്കാനും ദൈവത്തിന് നന്ദി അർപ്പിക്കാനുമാണ് ദാവീദ് ഇത് എഴുതിയത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റുകളെ അതിജീവിച്ച ഒരു ദൈവഭക്തന്റെ അനുഭവത്തിൽ നിന്നുള്ള വാക്കുകളായതുകൊണ്ട് തന്നെ ഈ വരികൾ നമ്മെ ശക്തീകരിക്കും. ഈ ചിന്തയോടെ പ്രബോധനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നതായി തോന്നുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പ്രതിസന്ധികൾ ഒരു തരംഗമായി വന്ന് നമ്മെ മൂടിക്കളയുന്ന അവസ്ഥ. അതൊരു പക്ഷേ പ്രിയപ്പെട്ടവരുടെ വിയോഗമാകാം, തകർന്ന ബന്ധങ്ങളാകാം, മാനസികമായ വലിയ ഭാരങ്ങളാകാം, അല്ലെങ്കിൽ വിശ്വാസത്തിലെ പരീക്ഷണങ്ങളാകാം. ദാവീദ് രാജാവിന് ഈ അനുഭവം വളരെ നന്നായി അറിയാമായിരുന്നു. ശത്രുക്കൾ ചുറ്റും വേട്ടയാടുമ്പോൾ ഇരുണ്ട ഗുഹകൾ ഭയത്തോടെ കഴിഞ്ഞിരുന്ന നാളുകളിലാണ് അവൻ ഈ വരികൾ ഹൃദയത്തിൽ സൂക്ഷിച്ചത്. എന്നാൽ സങ്കീർത്തനം 18 ഒരു പരാജയത്തിന്റെ ഗീതമല്ല, മറിച്ച് ഒരു വിജയത്തിന്റെ വലിയൊരു പ്രഖ്യാപനമാണ്. ഈ സങ്കീർത്തനത്തിലെ ആദ്യത്തെ 20 വാക്യങ്ങളിലൂടെ ജീവിതത്തിലെ കഠിനമായ അവസ്ഥകളിൽ നിന്ന് ദൈവീക വിടുതലിലേക്ക് നമുക്ക് എങ്ങനെ കടന്നു വരാമെന്ന് ഇതിനെ ചിന്തിക്കാം. കൊടുങ്കാറ്റിലെ നങ്കൂരമായ യഹോവയെ കുറിച്ചാണ് 1-ാം ഭാഗമായ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ദാവീദ് പറയുന്നത്. തന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടല്ല ദാവീദ് ഗീതം ആരംഭിക്കുന്നത്, മറിച്ച് തന്റെ ദൈവം ആരാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. എന്റെ ബലമായ യഹോവയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കും എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു എന്നാണ് സങ്കീർത്തനങ്ങൾ 18-ന്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നത്. ദാവീദിലൂടെ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ശൈലം, കോട്ട, പരിച, ഗോപുരം. വർഷങ്ങളോളം മരുഭൂമിയിൽ പാറയിടുകൾ ഒളിച്ചു താമസിച്ച ദാവീദിന് ഈ വാക്കുകൾ വെറും അലങ്കാരങ്ങളല്ല, സ്വന്തം അനുഭവങ്ങളാണ്. ശൈല അഥവാ പാറ എന്നുകൊണ്ട് ശത്രുക്കൾക്ക് എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയാത്ത വലിയൊരു മലഞ്ചെരുവിനെയാണ് അർത്ഥമാക്കുന്നത്. കോട്ട എന്നതുകൊണ്ട് ശത്രുക്കൾ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ നിർമ്മിച്ച സുരക്ഷിതമായ സ്ഥലത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ വാക്ക് എന്റെ എന്നതാണ്. ദൈവം ഒരു കോട്ടയാണ് എന്നല്ല ദാവീദ് പറഞ്ഞത്, ദൈവം എന്റെ കോട്ടയാണ് എന്നാണ്. ആ താഴ്വരയിലെ യഥാർത്ഥത്തെക്കുറിച്ചാണ് 2-ാം ഭാഗമായ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ശൗൽ തന്നെ വേട്ടയാടിയപ്പോൾ താൻ അനുഭവിച്ച ആ ഭയത്തെ ദാവീദ് ഒളിച്ചു വെക്കുന്നില്ല. അവൻ തന്റെ അവസ്ഥയെ തുറന്നു പറഞ്ഞു. മരണപാശങ്ങൾ എന്നെ ചുറ്റി, നാശപ്രവാഹങ്ങൾ എന്നെ ഭയപ്പെടുത്തി, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണക്കെണികൾ എന്റെ മേൽ വീണു എന്നിങ്ങനെയാണ് 4-5 വാക്യങ്ങളിൽ പറയുന്നത്. താൻ മുങ്ങിത്താഴുകയാണെന്ന് ദാവീദിന് തോന്നി. ശ്വാസം മുട്ടിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാറില്ലേ? ഭാരങ്ങളും ഉത്കണ്ഠകളും നെഞ്ചിൽ ഒരു വലിയ കഴി പോലെ തോന്നിക്കുന്ന നിമിഷങ്ങൾ. എന്നാൽ 6-ാം വാക്യത്തിലേക്ക് നോക്കുക. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുൻപിൽ ഞാൻ കഴിച്ച നിലവിളി അവന്റെ ചെവികളിൽ എത്തി. സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറിയില്ലായിരിക്കാം, പക്ഷെ ദാവീദ് നോക്കിയ ദിശ മാറി. അവൻ ഭയന്ന് വരയ്ക്കുന്നതിന് പകരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആ നിലവിളി കേട്ടു. 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ സർവശക്തന്റെ ഇടപെടലിനെ കുറിച്ച് ദാവീദ് പറയുന്നു. ദൈവത്തിന്റെ മക്കൾ നിലവിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ ചിത്രീകരണങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ദൈവം ആകാശത്ത് ചരിച്ചിറങ്ങി വരുന്നതായും ഭൂമി കുലുക്കുന്നതായും കാറ്റിൽ ചിറങ്ങുമേൽ അവൻ പറന്നു വരുന്നതായും ദാവീദ് വർണ്ണിക്കുന്നു. അവൻ ആകാശത്തിൽ ചരിച്ചിറങ്ങി, അവന്റെ കാൽ കരിമേഘം ഉണ്ടായിരുന്നു. യഹോവ ആകാശത്തിൽ ഗർജിച്ചു, അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു എന്നിങ്ങനെയാണ് 9-13 വാക്യങ്ങൾ പറയുന്നത്.
നമുക്കൊരു കഷ്ടത വരുമ്പോഴേക്ക് ഭൂമികുലുക്കം ഉണ്ടാകുമെന്നാണ് ഇതിന്റെ അർത്ഥം? അല്ല. കവിതാപരമായി ഭാഷയിലൂടെ ദാവീദ് വലിയൊരു ആത്മീയ സത്യം വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നിങ്ങളുടെ സഹായത്തിനായി സ്വർഗം ചലിക്കാൻ തുടങ്ങും. ശൗലിന്റെ വലിയ സൈന്യത്തിന് മുന്നിൽ ദാവീദ് ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം അവന് ചുറ്റുമുണ്ടായിരുന്നു. ദൈവം നമ്മുടെ വേദനകൾ അന്യനല്ല, അവൻ നമ്മെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ആഴമുള്ള വെള്ളത്തിൽ നിന്നുമുള്ള വിടുതലിനെ കുറിച്ചാണ് ദാവീദ് 4-ാം ഭാഗമായി 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. ദൈവത്തിന്റെ ഒരു വലിയ പ്രതാപത്തിന് ശേഷം വളരെ ശാന്തവും വ്യക്തിപരമായ ഒരു വിടുതലിന്റെ ചരിത്രം 16-ാം വാക്യത്തിൽ കാണാം. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ കോരിയെടുത്തു. കലങ്ങി മറിഞ്ഞ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം തന്നെ കര നീട്ടി നമ്മെ പിടിച്ചു വെക്കുന്ന മനോഹരമായ ചിത്രം. എന്തുകൊണ്ടാണ് ദൈവം ഇത് ചെയ്യുന്നത്? നമ്മൾ അത്രയ്ക്ക് നല്ലവരായതുകൊണ്ടാണ്? അല്ല. 19-ാം വാക്യം അതിനുള്ള ഉത്തരം നൽകും. അവൻ എന്നെ വിശാലതയിൽ ഉള്ളിടത്ത് കൊണ്ടുവന്നു. എന്നിൽ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. അവൻ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട്. നമ്മൾ തികഞ്ഞവരായതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ അവന്റെ മക്കളായതുകൊണ്ടും അവൻ നമ്മെ അളവെച്ച് സ്നേഹിക്കുന്നത് കൊണ്ടും മാത്രമാണ് അവൻ നമ്മെ വിടുവിക്കുന്നത്. 5-ാം ഭാഗമായ നീതിയുടെ പാതയിൽ നടക്കുക ദാവീദ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി, എന്റെ കൈകളുടെ വെടിപ്പിന് തക്കവണ്ണം എനിക്ക് പകരം തന്നു. ദാവീദിന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ അറിയാവുന്ന നമുക്ക് അവൻ എങ്ങനെയാണ് എന്റെ കൈകളുടെ വെടിപ്പ് എന്ന് പറയുന്നതെന്ന് തോന്നാം. എന്നാൽ ശൗലിൽ നിന്ന് ഓടിയൊളിക്കുന്ന കാലത്ത് തന്നെ കൊല്ലാൻ നോക്കി ശൗലിനെ 2 തവണ കൈകളിലേക്ക് ഇട്ടിട്ടും ദൈവത്തിന്റെ അഭിഷിക്തനെ ഞാൻ തൊടുകയില്ല എന്ന് പറഞ്ഞ് ദാവീദ് വധിച്ചില്ല. സ്വന്തം കൈകൊണ്ട് പ്രതികാരം ചെയ്യാതെ ദൈവത്തിന്റെ സമയത്തിനെ കാക്കുന്ന ദാവീദിന്റെ വിശ്വസ്തതയാണ് ഇത് കാണിക്കുന്നത്. പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ടല്ല നീതി ലഭിക്കുന്നത്, മറിച്ച് യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മെ നോക്കുമ്പോൾ ശുദ്ധിയുള്ളവരായി കാണും. അതിനാൽ ആ കൃപയോർത്ത് പ്രതികാര ചിന്തകളില്ല ദൈവത്തിന് പ്രസാദമുള്ളവരെ ജീവിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഇത് നമ്മൾ ശ്വാസം മുട്ടുന്ന സാഹചര്യങ്ങളിലൂടെ, കുടുംബ തകർച്ചകളിലൂടെ ആണ് കടന്നു പോകുന്നതെങ്കിൽ ദാവീദിന്റെ ചരിത്രം നമുക്കൊരു വലിയ പ്രതീക്ഷയാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണെങ്കിലും ദൈവം ദാവീദിന് പൂർണ്ണ വിടുതൽ നൽകി. പെരുവെള്ളം പോലുള്ള പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ കോരിയെടുത്ത് സമാധാനത്തിന് വിശാലമായ സ്ഥലത്തേക്ക് നയിക്കാൻ ദൈവത്തിന് കഴിയും. അവ നിങ്ങളുടെ പാറയായിരിക്കട്ടെ. മറ്റാരെക്കാളും വിശ്വസ്തനായോനെ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേപ്പോലെ വേറാരുമില്ലമേ. പ്രാണൻ പോലും ജീവൻ തന്നോനെ, ഭൂമിയിലാകിലും കാണാത്ത സ്നേഹമേ. ആനാളിൽ ഞാൻ ശായിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്റെ യേശുവേ. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. യാക്കോബ് 4:7. നാളെ എൻ്റെ സ്കൂൾ തുറക്കണം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. സദൃശ്യവാക്യം 16:20. ആമേൻ. നമുക്ക് നാളത്തെ കഴിഞ്ഞ അപ്ലിക്കേഷൻ നല്ലൊരു കാലത്ത് തീരുമാനിച്ചു. ഇനി പുതിയ വർഷത്തിലേക്ക് കടത്തിയാണ് നിയമക്കളുടെ പ്രാർത്ഥന വിശ്വാസത്തിൽ രാജ്യത്താണ്. സങ്കീർത്തനം 119:1. യഹോവയെ സ്തുതിപ്പ്, യഹോവയെ ഭയപ്പെട്ട അവന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരിലുള്ള തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൽ മാത്രം ഉണ്ടായിരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം കഴിയുന്നതിനേക്കാൾ സൂക്ഷ്മ രാജസ്ഥാനത്തിന്റെ കൃപോടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവരും എന്നോട് പ്രാർത്ഥന അപേക്ഷയുടെ വാക്യം പറയുന്നു. സംഗീതം 145:13. നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, നിന്റെ ആദിത്യം തലമുറ ആയി ഇരിക്കുന്നു.
പരിസരവും പ്രകാശിക്കാനും ദൈവത്തെ കാത്തുരക്ഷിക്കപ്പെട്ട ദൈവത്തിന് സ്വന്തം ചെയ്യുന്നു. തുടർന്ന് ദൈവത്തിലെ പാത്രം ചോദിച്ചിട്ട് വാക്യം പറയുന്നു. 1:1 അവൻ നമ്മുടെ പാപങ്ങൾക്ക് കാഴ്ചക്കാണ്, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ തന്നെ. ആണ്. ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ട് കഴിഞ്ഞ 2 മാസക്കാലം ദൈവനെ നടത്തി പരിപാലിച്ചു. നാളെ മുതൽ എൻ്റെ ക്ലാസ്സിൽ തുടങ്ങിയാണ്. ദൈവങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന വിശുദ്ധ വാക്യം വായിച്ചു. യെശയ്യാവ് 43:3 ചതഞ്ഞ ഓണെ അവൻ ഒടുങ്ങുകയില്ല, പുകയുന്ന വിധി അവൻ കെടുത്തുകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കുന്നു. കുഞ്ഞുങ്ങളെ കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. അവന് കുഞ്ഞുങ്ങളെല്ലാം അവന്റെ ദൈവമാകെ ഒന്നും കൂടെ വിളിച്ച് തലയിൽ കൈവച്ച് അവസാനം പ്രാർത്ഥിക്കുന്നതാണ്. അവൻ കർത്താവ് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ പ്രത്യേകിച്ച് നമ്മുടെ എസ്തേർ, ഏഞ്ചൽ, ഈ പ്രിയ കുഞ്ഞുങ്ങൾ കർത്താവ് അനുവദിച്ചാൽ അവൻ 2 ആഴ്ചകൾ കഴിയുമ്പോൾ അവർ സൗദി അറേബ്യയിലേക്ക് കടന്നു പോകുന്നു. അവരുടെ സ്കൂൾ തുറക്കുന്നത് ഇനി സെപ്റ്റംബർ മാസത്തിലാണ്. അവൻ ആ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ നാട്ടിൽ സ്കൂളുകളിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ വിവിധമായ നിലകളിൽ സ്വയം പഠനത്തിനായി കടന്നു പോകുന്നു. ആ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ചൊരിഞ്ഞു കൊടുപ്പാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. നമ്മുടെ കുഞ്ഞുമോള് ആൻസാരിയ ചർച്ചിന്റെ സ്തോത്ര കാഴ്ച ശേഖരിക്കും. ജെറൻ മിഷൻ ഓഫറിംഗ് ശേഖരിക്കുന്നതാണ്. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ